ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഡിക്കൽ ട്രാവലോഗ്രാം. ഇന്ന് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് ഒരു മെഡിക്കൽ ക്യാമ്പ് ഡേ ആണ്. എൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ ഒബ്സ് ഗൈനി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ നിന്ന് 2 ഇൻറ്റേൺസ് ആണ് മാമിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 7 മണിക്ക് എത്തി. അതിനുശേഷം നമ്മളെല്ലാവരും യാത്ര തിരിച്ചു. ഒരു 100 കിലോമീറ്റേഴ്സിന് അപ്പുറത്തുള്ള ഒരു ടൗണിലാണ് നമ്മൾ പോയത്. ഗഞ്ച് ബസോദ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് പോലും എനിക്കറിയില്ല. സോ ഭോപ്പാലിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. ഒരു 100 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. മധ്യപ്രദേശിലൊക്കെ ഇപ്പോൾ വിൻ്റർ സീസണാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറൊക്കെ വളരെ കുറവാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് പോകാനൊക്കെ നല്ല മടിയായിരുന്നു. എന്നാലും 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റ് എല്ലാം റെഡിയായി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് തന്നെ മിംസിൽ എത്തണം എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തിയിരുന്നു. പക്ഷേ എല്ലാവരും വന്നെത്താൻ കുറച്ച് സമയം എടുത്തതുകൊണ്ട് തന്നെ 7:30 ആയപ്പോഴാണ് യാത്ര തിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. 100 കിലോമീറ്ററിന് അപ്പുറമായതുകൊണ്ട് തന്നെ ഒരു 2.5-3 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. പക്ഷേ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭോപ്പാലിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പോഹയാണ്. പോഹയും ജിലേബിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനും പോഹയും ജിലേബിയും ട്രൈ ചെയ്തു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ജിലേബിയൊക്കെ കഴിക്കുന്നത്. പിന്നെ പൊട്ടറ്റോയിൽ ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതെനിക്ക് പേരറിയില്ല. പിന്നെ ഒരു ചായയും കുടിച്ചു. ആക്ച്വലി കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോയത്. അപ്പോൾ മനസ്സിന് തന്നെ ഒരു റിലാക്സേഷൻ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ഗഞ്ച് ബസോദയിലെത്തി. അവിടെ ജൈനുകാരുടെ ഒരു സ്ഥലത്താണ് ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്, ജൈൻ സമാജം. അവിടെ അവരുടെ മുനിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രയർ പോലെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ OPDക്കകത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ഇവരുടെ പ്രയർ കഴിയാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ജൈനുകൾ മണ്ണിനടിയിലുള്ള സാധനങ്ങളൊന്നും കഴിക്കാറില്ല. അതായത് ഉള്ളി, ജിഞ്ചർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാറില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചില ജൈനുകൾ ഈവനിങ് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഫുഡേ കഴിക്കാറില്ല. അപ്പോൾ OPDയിലൊക്കെ ഒരുപാട് പേഷ്യൻസ് വന്നു തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറഞ്ഞ് പോഹയും ജിലേബിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേഷ്യൻസിനെ മാം നോക്കി, നമ്മളും മാമിനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ആക്ച്വലി ക്യാമ്പിന് വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തന്നു. ഒത്തിരി പേഷ്യൻസിനെ കാണാൻ പറ്റി. OPDക്ക് പുറത്തിറങ്ങിയിട്ട് ഞാൻ ആളുകളെയൊക്കെ കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ ക്യാമ്പിന് വന്ന പേഷ്യൻസാണ്. പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ട് വന്നതാണ്. മെഡിസിനും ഒഫ്താൽമോളജിയും ഓർത്തോയും എല്ലാം ഉണ്ടായിരുന്നു. സോ എല്ലാ OPDയിലും ഒത്തിരി പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മളെ നന്നായിട്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ ട്രീറ്റ് ചെയ്തു. നമുക്ക് ഫുഡെല്ലാം പ്രൊവൈഡ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു, അതിനുശേഷം സ്നാക്സ് കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പോൾ ലഞ്ചാണ് നിങ്ങളിവിടെ കാണുന്നത്. പൂരി തന്നായിരുന്നു, പപ്പടം, പൂരി, സ്വീറ്റ്സ്, ദാല്, അതുപോലെ പനീറിൻ്റെ ഒരു സബ്ജി. ഈ കാണുന്ന ഫുഡ് ഐറ്റംസിലൊന്നും ഉള്ളിയൊന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും എല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഫുഡ് സെർവിങ് മെൻറ്റാലിറ്റി അത് എടുത്ത് പറയേണ്ടത് തന്നെ ഉണ്ട്. വീണ്ടും 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 കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. പൂരിയൊക്കെ ഒരുപാട് വട്ടം കൊണ്ടുവന്നു. ചോറ്, കറികൾ, സ്വീറ്റ്സ്. അവർ എത്ര വട്ടമാണ് ചോദിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. എല്ലാവരോടും വേണ്ട 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 എന്ന് പറഞ്ഞ് തന്നെ മടുത്തു. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനെല്ലാം കഴിച്ചു. ഉള്ളി സ്വീറ്റ്സ് മാത്രം കഴിക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, രാവിലെ തന്നെ ഒത്തിരി ജിലേബി കഴിച്ചായിരുന്നു. ലഞ്ച് ടൈം കഴിഞ്ഞതിന് ശേഷം വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഫ്രീ ആയി വരുന്നുണ്ടായി. പേഷ്യൻസൊക്കെ കുറഞ്ഞു വന്നു. കുഞ്ഞിലെ GKയിലൊക്കെ ജൈനിസം, സിഖ്, ബുദ്ധിസം അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ. കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നലെയാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ ജൈനുകാരുടെ മുനിമാർ ഡ്രസ്സൊന്നും ഉപയോഗിക്കാറില്ല. അവർ കംപ്ലീറ്റ് നേക്കഡായിട്ടാണ് ഇരിക്കുക. അത് ഇന്നലെയാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്. അവരുടെ മുനിയെയൊക്കെ അങ്ങനെ കണ്ടപ്പോൾ വളരെ അതിശയം തോന്നി. ഇങ്ങനെയൊന്നും കേട്ടിട്ട് പോലും ഇല്ല. അങ്ങനെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു ഭോപ്പാലിലേക്ക് യാത്ര തിരിച്ചു.
അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. കുറേ എക്സ്പീരിയൻസൊക്കെ കിട്ടി, പേഷ്യൻസിനെ ഒരുപാട് പേരെ കണ്ടു. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.